പെരും കാറ്റ് ഇത് പാറി പോണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ ഐതും ഒലക്കട മാറ്റിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കുറച്ച് കുട്ടികളെയും കൂടി അവൻ്റെ ഫ്രണ്ട്സിനെയും കൂടി വിളിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇറങ്ങിയതാട്ടോ. ഓല കയറ്റി തിരിച്ച് പോയിട്ട് വീട്ടിൽ നിന്ന് ഐതുവിനെയും ഒക്കെ കയറ്റിയിട്ട് നമുക്ക് നേരെ പോകണം. അവിടെ എത്തിയിട്ട് അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊന്നും എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ ഇല്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. അങ്ങനെ ഇതാക്കണം, ഒക്കെ വണ്ടി കയറിയിരിക്കണേ അല്ലേ? ഇതോ ആരൊക്കെ ഉണ്ട് നിങ്ങള്? നമ്മള് നേരെ പോണ സ്ഥലം എവിടുക്കാ ഇത് പോണേ? ഹട്ടി. അപ്പോ അവിടെ നല്ല മഞ്ഞും കോടയും മൃഗങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. സാധാരണ നമ്മൾ പോകുമ്പോ എന്താണ് അതൊന്നും ഉണ്ടാവില്ല. അപ്പോ ഇന്ന് എന്താവും എന്നുള്ളത് ഒന്ന് പോയി നോക്കി തന്നെ. ഞാൻ കാര്യം പറയട്ടെ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് മൂന്നാറ് പറഞ്ഞ ഇപ്പാന്റെ ഒരു ഇതിന് ഞാൻ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ പോയപ്പോ അവിടെ കുറെ ആനകളുണ്ട്. ഞങ്ങളവിടെ എത്തിപ്പോ ജസ്റ്റ് ആനയോടെ കാണാൻ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല, ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് അല്ലേ? പിന്നെ പിന്നെ ഞങ്ങള് ഉറങ്ങുമ്പോ അപ്പുറത്തെ പെരയിലും വന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മൃഗങ്ങളും മഞ്ഞും കോടയൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം ഞങ്ങൾ സാധാരണ എവിടെ പോയാലും ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം ബാക്കിയുള്ള ആർക്കൊക്കെയാണ് മൃഗങ്ങളെ കാണണം എന്ന് ആഗ്രഹമുള്ളത്? എല്ലാവർക്കും ഉണ്ട്. ഏത് മൃഗത്തിനെ കാണണ്ടേ? പുലിയൊന്നും ഉണ്ടാവില്ല, ചിലപ്പോ ആന ഉണ്ടാവും, പിന്നെ മാനുണ്ടാവും, മയിലുണ്ടാവും, കുരങ്ങനുണ്ടാവും. ബാക്കിയുള്ള ഒന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം കേട്ടോ, കണ്ടില്ലെങ്കിലും ഇന്നൊന്നും പറയരുത്, കാണുന്നതിനെ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും കേട്ടോ. നമ്മള് ജസ്റ്റ് ഒരു യാത്ര എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനോട്. നോക്കാം, നമുക്ക് കാണാൻ റാഹത്തായി. ഓക്കെ, പോയി നോക്കാം. അർജന്റീന കാര്യം റാജി മാത്രം ബ്രസീല്. ഇതാണ് മെയിന്. ബൈക്ക് വെച്ചെടുത്തോണ്ട് അങ്ങനെ നമ്മള് കനോലി പ്ലോട്ട് എത്തി അല്ലേ? കനോലി പ്ലോട്ട് നിലമ്പൂര്. എത്രങ്ങാനും വലുപ്പം. പക്ഷെ ഇത് ബ്രസീലിൻ്റെത് ഉള്ളേറെ വലുപ്പം അർജന്റീനന്റെ അപ്പുറത്തുണ്ട് കേട്ടോ. എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ചുരം തുടങ്ങുക അല്ലേ? നാടുകാണി വൈക്കടവ് നാടുകാണി ചുരം. അതാണ് എങ്ങനെ കേറാൻ പോവാണ് നമ്മള് അല്ലേ? വലിയൊരാള് അങ്ങനത്താക്കണ് ചുരം ഇങ്ങനെ തുടങ്ങാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ഗുഡലൂർക്ക് എത്തിയിട്ടോ. ഗുഡലൂരല്ല, നമ്മൾ പോണ വഴി തെറ്റിയോ? അങ്ങനെ ഇതിലട കയറി പോണേ. വഴി തെറ്റിനൊന്നും അറിയില്ല. അങ്ങനെ കേസ് റോഡ് തന്നെയാണ് കേട്ടോ. അപ്പം ചെറിയ പോക്കറ്റ് റോഡാണ്, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കോടയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ചെറുതായിട്ട്. അടിക്ക് എത്രത്തോളം ഇറങ്ങി വരും എന്നുള്ളത് കണ്ടറിയണം. പോവാണ് ഏതായാലും. ചെറിയ റോഡായതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി വരുമ്പോഴേ ഹോണടിച്ച് ശ്രദ്ധിച്ച് പോയിട്ടില്ലെങ്കിൽ പണി കിട്ടും. അയവാ. അങ്ങനെ നമ്മൾ ഇതാക്കണ കേട്ടോ, ഹട്ടിയിലെത്തിക്കണ്. നമ്മളെ മക്കളെ കണ്ടങ്ങള്? ഞാൻ കാണുന്നില്ല. ആ മേലേക്ക് എലിയോ കയറിപ്പോയിക്കണേ. നമുക്കൊന്ന് കയറി വെക്കാം മേലേക്ക് എന്താവുന്നുള്ളത്. നമ്മളപ്പം ഉള്ളത് ഇതാക്കണേ. ഷെൻസു ഇവിടെ ഉണ്ട്,
ഐതോടെ ഉണ്ട്, ദയ്യു ഉണ്ട്, ആദ്യ ഉണ്ട്, ആദ്യ അമ്മനുണ്ട്, റിജു ഉണ്ട്. ഇതൊക്കെ ഇത്തിരി ആൾക്കാരാണ് നമ്മളൊപ്പം പോകുന്നത്. അജു ഉണ്ട്. അപ്പോൾ ഓന്റെ ടീമിന്റെ കളിയാട്ടെന്ന്. അപ്പോൾ നമുക്ക് ഇനി അപ്പുറത്തേക്ക് ഒന്നുകൂടി പോയി നോക്കാം. അവിടെ പോയിട്ട് അവിടെ ഇറങ്ങാം നമുക്ക്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നതിന് വീഡിയോ എടുക്കാൻ. അവിടെ ആന ഉണ്ടല്ലോ. നമുക്ക് അപ്പുറത്തേക്ക് പോയി നോക്കാം. വണ്ടി സൈഡിലേക്ക് നമ്മൾ അപ്പുറത്ത് പോയി നോക്കാം. ഞാൻ അപ്പുറത്ത് പോയി നോക്കാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ തേയിലത്തോട്ടത്തിൻ്റെ മേലേക്ക് കയറി വെക്കാണ് കേട്ടോ. നല്ല ഇതുണ്ട്. അതൊക്കെ നമ്മൾ ചെക്കന്മാർ നിൽക്കണം ഇവിടെ. പാൻ്റൊക്കെ അടിയിലെത്തുമ്പോക്കിന് വെള്ള പാൻ്റാണ്. അടിയിലെത്തുമ്പോക്കിനൊക്കെ ഒരു വിധമാവും. ചളിയായി ആകെ പ്രശ്നമായി കാരണം. എങ്ങനെയുണ്ട് ഞാൻ കുഴങ്ങി. അണ്ണന്മാരെന്തോ പ്രസംഗിക്കണൊക്കെ ഉണ്ട്. മേലെത്തിയ പോകത്തിന് ഞാൻ കുഴങ്ങിട്ടോ. നിങ്ങൾ കുഴങ്ങിനോ? ഓലൊരു കുഴക്കും കുഴങ്ങിയില്ല. ഒരു 3ാമത്തെ പ്രാവശ്യമായിട്ട് കയറി ഇറങ്ങണേ. ഞാൻ നല്ലോണം കുഴങ്ങി. അപ്പോൾ നമുക്ക് കഴിഞ്ഞേക്കാ. അവിടെ കുറേ വണ്ടികളുണ്ട് കണ്ടോ. നമുക്ക് അവിടെ പോയി നോക്കാം. പോലെ എങ്ങനെയുണ്ട്? സെറ്റല്ലേ? സംഭവം സെറ്റല്ലേ? ഏത് മലന്റെ? സുബ്ഹാന ജല്ല ജലാലു. ഉണ്ടോടാ? കജൂല. നമ്മൾ പോയേക്കാം അടിക്ക് പോയേക്കാം. വരി. അപ്പൊ നമ്മളെ നിർഭാഗ്യവശാല് പോലീസ് വന്ന് നമ്മളോട് ഇവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് പോകാൻ വേണ്ടി പറഞ്ഞ് ഇവിടെ എന്തോ കുറച്ച് ഡേഞ്ചറാണ് ഇപ്പം. അപ്പോൾ എല്ലാവരും പോയിക്കോളി എന്ന് പറഞ്ഞു. നമ്മള് കുട്ടികളൊക്കെ ഇതാക്കണ് ബാക്കിൽ കയറി. ആന വരുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം ആന ഇറങ്ങിയെന്ന് നേരത്തെ ചായ കൊണ്ടുവരുന്ന ആൾ പറഞ്ഞ്. അപ്പോൾ എല്ലാവരും വണ്ടി കയറുന്നുണ്ട്, വണ്ടി എടുത്ത് പോകുന്നുണ്ട്, ഒക്കെ ഉണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ ഇതാക്കണ്ട്. വീണ്ടും നമ്മളെ പോലീസിനെ പറ്റിച്ച് വീണ്ടും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് തിരിച്ചാണ്ടൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഇന്നത്തെ വിശേഷം ഗൈസ്. അത്ര ദൂരത്ത് നിങ്ങൾക്കൊരു സാധനം കാണുന്നുണ്ടോ? അടിപൊളി ഒരു വാട്ടർഫാള്. എന്താ രസം കാണാനത്. ഫോണിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര രസം കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല. സംഭവം അടിപൊളിയാണ്. പോലീസ് വന്നുകൊണ്ട് തിരിച്ചു പോകാൻ പറഞ്ഞു. കുറേ വണ്ടി തിരിച്ചു പോണ്, കുറേ വണ്ടി ഇങ്ങോട്ടും വരുന്നേ. ആകെ ബ്ലോക്ക്. ചെറിയൊരു റോഡും ഉണ്ട്. ഇതാണ് അവസ്ഥ. പിന്നെ നിങ്ങൾക്ക് ആനനല്ലേ കാണണ്ടേ? അല്ലേ? ആനനല്ലേ കാണണ്ടേ? എന്നാൽ തൽക്കാലം നിങ്ങൾക്ക് ആനനെ കാണാനുള്ള ഭാഗ്യമില്ല കേട്ടോ. ഓക്കെ. ഫോട്ടോ എടുക്കാനുള്ള ഓരോ പരിപാടികളായി കാണുന്നത്. ഓനുണ്ട്. ഓൻ്റെ ഒരു പുതിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഉണ്ട്. അയക്കിടാന്ന് പറഞ്ഞിട്ടില്ലേ? ഞാനാ പിന്നല്ലേ ഒരു ഫോട്ടോ ഒക്കെ പറഞ്ഞ് പെരും കാറ്റ്. ഇത് പാടി പോണ്. ഭയങ്കര സ്പീഡല്ലേ ഹെലികോപ്റ്റർ. അത് പിന്നെ അങ്ങനെയാണല്ലോ. ആ കാണുന്ന എന്താ നിങ്ങൾക്കറിയോ? സൂര്യനാണ്. മൊത്തം വെയിൽ. നമ്മൾ വന്നപ്പം ഇവിടുത്തെ കോടയും പോയി, മഴയും പോയി, ആനയും പോയി, എല്ലാവരും പോയി. ഞാൻ പോന്നപ്പം തന്നെ പറഞ്ഞില്ലേ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊന്നും ഭാഗ്യം ഉണ്ടാവില്ല. അതൊക്കെയാണ്. എന്താ വെയിൽ ഇവിടെ ഉണ്ടോ? വല്ലാത്തൊരവസ്ഥയായി. നല്ല കോടയും നല്ല മഴക്കാറൊക്കെ കിട്ടും, നല്ല മഴയൊക്കെ ഉണ്ടാവും, അടിപൊളിയാവും എന്ന് വിചാരിച്ചാണ്ട് പോന്നേനി. സംഭവം പാളിക്കണ്. അപ്പം വളരെ സങ്കടത്തോട് കൂടിയിട്ട് നമ്മൾ ഹട്ടി വിടുകയാണ്. കോടല്ല, ആനല്ല, മഴയല്ല, കാറ്റുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ തൽക്കാലം കിട്ടിയത് കൊണ്ട് സന്തോഷിച്ചാണ്ട് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? നേരെ അതാക്കണം. ഇത് പറയാൻ വാക്കുകളില്ല. അപ്പം തൽക്കാലം എന്ത് ചെയ്യാണ്? നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ഇനി പോണ വയ്ക്കലൊന്ന് ചായ കുടിക്കണം, നേരെ വീട്ടിൽ പോകണം. ഓക്കെ. ആ വണ്ടിയിൽ നിന്ന് കുറേ നേരമായിട്ട് നമുക്ക് ടാറ്റ ഇരുന്ന് കാണുന്നുണ്ടോ? കിട്ടുണ്ടോ? വളം ഓടിക്കുമ്പോ കാണാം. ഉണ്ടോ? കൊറേ എല്ലാരും ഓടി. അങ്ങനെ ഞങ്ങൾ ഏകദേശം നാട്ടിലെത്തിട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി കേറിയാണ് അല്ലേ? കൊറേ നേരമായി പോലും ഫുഡ്. അപ്പോൾ ഞങ്ങളിഞ്ഞ് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഭയങ്കര ഓടിയക്കലാണ്. എൻ്റെ ഇടയിൽ ഫോണ് വരുന്ന്. എന്തൊക്കെയാ ഭയങ്കര തിരക്കാണല്ലോ.
ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടോ. നമുക്ക് ഇനി വീട്ടിലേക്ക് ഇവിടുന്ന് ആകെ 10 മിനിറ്റ് ഉള്ളൂ. നേരെ ഇനി വീട്ടിലേക്ക് തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് പോയ യാത്രയിൽ ആനനെ കണ്ടില്ല, പിന്നെന്താ പറയുക, മാനിനെ കണ്ടിട്ടില്ല, മയിലിനെ കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ആകെ കണ്ടത് കുരങ്ങനെ മാത്രം. അപ്പോൾ നമ്മൾ ഭയങ്കര പ്രതീക്ഷയോട് കൂടി പോയതിനി. കാരണം മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി. ഒരു മിനിറ്റ് ആയിട്ട് മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി. അപ്പോൾ അവിടെ എത്തിയോട് കൂടിയിട്ട് മഴക്കാറും പോയി, മേഘം പോയി, കോടയും പോയി, മഴയും പോയി, നല്ല വെയിലിട് വന്ന്. നല്ല രസം ചെയ്താലും അല്ലെങ്കിൽ നമ്മളിവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെയാണ്. അവസാനം പോരുമ്പോൾ ചുരത്തുമ്മലെങ്കിലും ആന ഉണ്ടാവും എന്ന് വിചാരിച്ചാൽ അതും ഉണ്ടായില്ല. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ ബാക്കിൽ ഫുഡൊക്കെ കഴിച്ച് ആകെ കോയങ്ങി. ഞാൻ എന്താ എനിക്ക് പറയല്ലേ, പറഞ്ഞോ. അങ്ങോട്ട് പോയത് വെറുതെ എവിടെ പണി അവതരിച്ചാലും ഞാനും പറഞ്ഞേ എവിടെ പോയാലും തന്നെ. പക്ഷെ അവിടെ എനിക്ക് അവിടെ സംഭവങ്ങളൊക്കെ കണ്ടില്ലേ, ആ സ്ഥലം കണ്ടില്ലേ. എല്ലാവരും ഹാപ്പി ആണോ? ഹാപ്പി. അപ്പൊ അത് മതി. അപ്പോ ഇനി നേരെ നമ്മള് വീട്ടിൽ കേട്ടോ. അപ്പൊ നമ്മൾ ഇനി വീണ്ടും യാത്ര തുടരും വേറൊരു ദിവസം. സെറ്റല്ലേ? സെറ്റല്ലേ? എന്തൊരു ഉഷാറില്ലാത്ത. അപ്പൊ അതിന്റെ ക്ഷീണത്തിലല്ലേ എല്ലാരും. അപ്പൊ ഗൈസ് നമ്മൾ തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.